അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് കാലമായിട്ട് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. നോമ്പ് കാലമായിട്ട് ഇങ്ങനെ കാണിക്കാനും പാടില്ലാത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ്. മക്കൾ പോകുന്ന ആ ദിവസം എല്ലാവരും വരുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും യാത്രയാക്കാനൊക്കെ വരുന്നത് കൊണ്ട് ഒരു 100 കറികളുമായിട്ട് നിൽക്കണ്ടല്ലോ. പെട്ടെന്ന് സുലുക്കുട്ടൻ ഒരു ബിരിയാണിയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മക്കൾ പോയിട്ട് കുറച്ചായി. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. കുറേ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടായിരുന്നു താമസിച്ചത്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ പെട്ടികെട്ടിലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. ആ ദിവസത്തെ വീഡിയോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. 12 മണിയാവാൻ പോകുന്നു. ഞാനിപ്പോഴാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് കാരണം വീഡിയോയുടെ എഡിറ്റിങ് കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇടേണ്ട വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് തീർന്നത്. പിള്ളേരുടെ ബഹളവും ഇത് കാരണം എഡിറ്റിങ്ങും ഇതൊന്നും നടക്കുന്നില്ല. രണ്ടാമത് നമ്മൾ TV പിള്ളേർ ശരിക്കും സൗണ്ടിലാണ് വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് കൊണ്ട് അതങ്ങനെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സമയത്തിനൊരല്പം മാറ്റം വരുന്നത് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. 12 മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തത് കഴിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും എടുക്കുന്നുണ്ട്, അതും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ എഡിറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി അവരപ്പുറത്ത് അടുക്കളയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതും വീഡിയോയും എടുക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ടയും ചിക്കനും ഇരിപ്പുണ്ട്, പക്ഷേ എനിക്കിത് മതി. അവർക്ക് കൊണ്ടുപോകാനായിട്ട് നല്ല സൂപ്പർ ബീഫ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ച് തോർത്തി എടുത്തിട്ട് കുറച്ച് നമ്മൾ വറുത്ത് കൊടുത്തു വിടുന്നു. ബാക്കി വെള്ളം വറ്റിച്ച് കൊടുത്തു വിടാനാണേ. അപ്പോൾ അവരുടെ ആവശ്യത്തിനടുത്ത് കറി വയ്ക്കുവോ, റോസ്റ്റാക്കി കഴിക്കുവോ, അല്ലെ ഫ്രൈ ചെയ്യുകയോ ചെയ്യട്ടെ. മൊത്തം നമ്മൾ വറുത്ത് കൊടുത്തു വിടുന്നില്ല. 5 കിലോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണേ. വലിയ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3-4 വിസിലടിച്ച് മസാലയൊക്കെ പുരട്ടി അടിച്ചിട്ട് വെള്ളം വറ്റിച്ച് നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല. ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ, ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മൊത്തം വറുത്താണ് കൊടുത്തു വിടുന്നത്. ഈ പ്രാവശ്യം നമ്മൾ വറുക്കുന്നില്ല, കുറച്ചേ വറുക്കുന്നുള്ളൂ. അത് അനുസർമ്മവും ചെല്ലുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വറുത്ത് കൊടുത്തു വിട്ടിട്ട് ബാക്കി വേവിച്ച് വറ്റിച്ച് കൊടുത്തു വിടാനായിട്ടാണ്. ഓക്കെ, ഇവർക്ക് കൊണ്ടുപോകാനുള്ള ബീഫ് ഞാനെല്ലാം വൃത്തിയാക്കി കഴുകിയെല്ലാം മസാലയൊക്കെ പുരട്ടുന്ന സമയത്തിന് നമ്മുടെ ഉച്ചക്കലത്തേക്ക് ബിരിയാണിക്കുള്ളത് നമ്മുടെ ഉമ്മക്കുട്ടി പുറത്ത് കഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഏറ്റെടുത്തു. അപ്പോൾ 2 കൂട്ടരും കൂടെ നിന്നെങ്കിലല്ലേ പെട്ടെന്ന് ജോലി തീരൂ. അതാ നമ്മൾ മീറ്റ് മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഇത്രയും അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ വലിയൊരു പാത്രത്തിലിട്ട് പുരട്ടിയിട്ട് നമുക്ക് വലിയ കുക്കറിലേക്ക് 10 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഉപ്പ്, മസാലപ്പൊടികൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ്. മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഒന്ന് വാരിയിട്ട് ഒരു 4 വിസിലടുപ്പിച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അതാ നമ്മളതെല്ലാം പെരട്ടി നല്ല കുട്ടപ്പനാക്കി. വാരി വെതറുകയാണ്. മോനെ ഇത് കുറച്ച് പൊരിച്ചാൽ മതിയല്ലോ. ബാക്കി അതാ ഞാൻ വറ്റിച്ചു തരാം. കാരണം നിങ്ങളുടെ ആവശ്യത്തിനെടുത്തേ കുറേശ്ശെ എടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. എല്ലാം കൂടെ ഭയങ്കര പേടിയാടാ വടിയെടുക്കുന്നതാണ്. ബീഫ് നല്ല സൂപ്പർ ബീഫ്. അതോ ഒരു കഷണം എല്ലില്ലടാ, ചവില്ല, ഒന്നുമില്ല, നല്ല സൂപ്പർ. പപ്പ രാവിലെ പോയി, ഞാൻ മുണ്ടെടുത്ത് കൊടുക്കുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പപ്പ എനിക്കൊരു സംശയം, വിളിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം മോനെ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചേടാ. ഒത്തിരി വേണ്ട, വരണവേ. ഇതൊന്ന് വേകാനും മാത്രം മതി. ഇനി അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ ചൂടുവെള്ളം കുറച്ച്
ഒഴിച്ച് ഇനി അങ്ങ് ഒരു 4 വിസിൽ അടിച്ച് 4 or 5 അടിക്കണം. പക്ഷെ ഞാനിപ്പോൾ 4 അടിക്കുന്നുള്ളൂ, കാരണം ഇത് പറ്റിച്ചം കൊടുത്തു വിടാനുള്ളതാണ്. ആണോ ആണോ നിങ്ങളുടെ വീടിന്റെ അടുത്താണോ മേ? അല്ല. ഓരോ ദിവസവും അധികം വരുന്ന പാല് ഉറയൊഴിച്ച് വെച്ചേക്കുക. കണ്ടോ, നല്ല കുത്തുകട്ട പോലത്തെ തൈര്. ഇത് തൈര് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ പൂളുണ്ടല്ലോ, തേങ്ങാപ്പൂള്, ഇതാ കാണിച്ചു തരാം. ഇത് കണ്ടോ, തേങ്ങ ഇങ്ങനെ പൂളി ഇതിൻ്റെ അകത്തിട്ട് വെച്ചിരുന്നാൽ കുറേ നാൾ, എത്ര നാൾ വേണേലും ഫ്രിഡ്ജിലിരുന്നോളും കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ പോലും തേങ്ങാപ്പൂൾ ഇട്ട് വെച്ചിരുന്നാൽ, ഇത് തേങ്ങയുടെ പൂളായത് കണ്ടോ, തേങ്ങാപ്പൂൾ ഇട്ട് നമ്മൾ തൈര് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഒരു വല്ലാത്ത സ്മെല്ല് വരത്തില്ല കുറേ ദിവസം ആകുമ്പോൾ. ഇതങ്ങനെ വരത്തില്ല. എന്തുമാത്രം കുറേ ചരുവങ്ങളിലും പാത്രങ്ങളിലും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നു. മോര് കറി വെച്ചാൽ ബാക്കിയെടുത്ത് അതുപോലെ കളയുകയാണ്. അപ്പം ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒക്കെ കഴിക്കുന്നവർ കഴിക്കട്ടെ, കുറച്ച് ഉപ്പും ഇട്ട് ഇങ്ങനെ തൈരായിട്ട് തന്നെ കൊണ്ടുവച്ചാൽ കഴിച്ചോളൂ. അപ്പോൾ അതാ ഞാൻ ബാക്കി വീണ്ടും എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. വേറെ പാത്രങ്ങളിലൊക്കെ ഇതുപോലെ ഇരിപ്പുണ്ട്. ഇത് ചിലവാകുന്നില്ല, എന്ത് ചെയ്യാൻ. നമ്മുടെ സുലുക്കുട്ടൻ്റെ വക ബീഫ് ബിരിയാണിയാണ്. അതിൻ്റെ മസാല എല്ലാം സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം വഴറ്റി വേണ്ട മസാലപ്പൊടികൾ, ബിരിയാണി മസാല ഒക്കെ തട്ടി ബീഫ് ഇതാ കുക്കറിലെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നു. കണ്ടോ, നമ്മുടെ റുക്കമ്മയുടെ കണക്ക് പിന്നെ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. മോനെ ചൂടാ കുക്കർ, മാറുന്നില്ല. പിന്നെ സവോളയൊക്കെ ദാ എല്ലാം ഇന്ന് ഞങ്ങൾക്ക്, എനിക്കും റുക്കുനും ഒക്കെ റെസ്റ്റാ. എൻ്റെ മോനും ഉമയമ്മ ഹെൽപ്പറും കൂടെ ഉള്ളത് കൊണ്ട് എല്ലാം റെഡി മണി മുണ്ടക്കയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചേർക്കാനുള്ള ക്യാരറ്റൊക്കെ ഉമയമ്മ അരിഞ്ഞു വെച്ചു. പുതിന മല്ലിയിലയൊക്കെ കിൻഡൽ കണക്കിന് അരിഞ്ഞ് തട്ടിയിട്ടുണ്ട്. കൈമ അരിയാണ്, താണ്ട് അത് വെള്ളത്തിലിടാൻ പോവുകയാണ്. ഇത് ദം അടിച്ചിട്ട് ഇത് പറ്റിച്ചെടുക്കുമെന്നോ മോനെ? പറ്റിച്ചെടുക്കാനാണ്. മുസമ്പിയും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി നമ്മുടെ പാചക വിദഗ്ധൻ സുഹൈൽ മാസ്റ്റർ ഷെഫ് സുഹൈൽ സുലുക്കുട്ടൻ. ഇച്ചിരി വട്ടിയില് മോനെ ഞെക്കി നോക്ക്. കട്ട്ലറ്റിന് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമല്ലോ, മതി. നീ കുൽസപ്പയുടെ അവിടെ കയറിയോ? കുൽസപ്പയുടെ മുട്ട് കുഴപ്പമില്ല. മുട്ടല്ല, കാലിന്റെ. ഉമ്മച്ചേച്ചി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതല്ല. അതെ അതെ, കുറച്ചിട്ടതാ. ഉമ്മമോള് തീ കുറച്ചിട്ടതാണ്. അതെ, എന്തെങ്കിലും ആകട്ടെ. ബീഫ് തട്ടി പിന്നെ ഇതിലോട്ട് തന്നെ ചോറ് ഇടുവാന്നോ മോനെ? അല്ലല്ലോ, വലിയ പാത്രം അല്ല, ഒത്തിരി ഉണ്ടല്ലോ സംഭവം. അഞ്ചീരാന്നോ? പെരിഞ്ചീരകം മോനെ ഇതിൻ്റെ അകത്ത്. ഉമ്മക്കുട്ടി നീ എപ്പോഴും തപ്പും, അതിൻ്റെ അകത്തുണ്ട്. വേറെ വേണമെങ്കിൽ ഉണ്ട് മോനെ, വെള്ളം ഒത്തിരി ആവല്ലേ. നമ്മള് വെക്കുന്നത് പോലെ അല്ല അവന്റെ ചാറ്. ഇവന്റെ ബിരിയാണി ഡ്രൈ ആയിട്ടിരിക്കത്തില്ല, ഒരു ഇച്ചിരി മോള് വല്ലതും കഴിച്ചോ? നിനക്കൊക്കെ വല്ലതും വേണമെങ്കിൽ പോയി എടുത്ത് കഴിക്കുക. പൊറോട്ട ഇരിക്കുന്നു, ചിക്കനും ഇരിക്കുന്നു. രായം കഴിച്ചോ? ഇത് നമ്മുടെ ഇറച്ചിക്കറി പോലെ ഉണ്ട്, പക്ഷെ ഇത് വെന്ത് വറ്റി വരുമ്പം അടിപൊളിയാവും. മുസമ്പി ജ്യൂസൊക്കെ ഒഴിക്കും.
ഇച്ചിരി ഉപ്പ് കൂടുതലാണ് ഉമ്മന്. ഉമ്മ രായന് ഇച്ചിരി വെള്ളം കൊടുത്തോടാം. രായ ഗോതമ്പ് പൊറോട്ട ധൈര്യമായിട്ട് കഴിച്ചു. നമ്മുടെ ബീഫ് ഇതാ തിളച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ അരി ദേ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ 3 കവർ എടുത്തോ മോനെ. അല്ലാതെ തികയത്തില്ല അത്. അപ്പൊ ആ ഒരു പാത്രത്തിൽ തികയത്തില്ല കേട്ടോ. അല്ല നമ്മുടെ ചെമ്പെടുക്ക്. നമ്മുടെതാ അടിപൊളി ബീഫ് ബിരിയാണി. അഖിലൻ സ്വാഗതം. ബിരിയാണി അഖിലൻ. എനിക്ക് വയ്യ. അരിരാരോ അയിനൂന് ഇച്ചിരി ഇട്ടിട്ടുള്ള കാര്യം മതി. സിയ റുക്കു സിയ റുക്കു ഒരു പ്ലേറ്റ് കുഞ്ഞിന് ഇങ്ങോട്ട് കാണിയില്. മോളെ ഉമ ഒരു പ്ലേറ്റ് എടുക്കടി. നല്ല മണമുണ്ടേ. വാ എന്റെ പൊന്നെ, കല്യാണ വീട്ടിലെ ദമ്മ് പൊട്ടിച്ച മണം. ഓ ദേ ഇതിന്ന് എടുക്കപ്പാ. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. ഇനി വാ. അവന്റെ സ്റ്റീൽ പ്ലേറ്റ് കാണണം. ഇനിയിപ്പോ ഏതെങ്കിലും ഇട്. അതൊക്കെ അതെ പറ്റത്തില്ല. ഇത് ചൂട് പോകും. അതിനോണ്ട് വാ. വേണ്ട എന്റെ അയിനപ്പന് വേണ്ട. ആദ്യത്തെ അങ്ങോട്ട് വെള്ളം പോവാ. വേണ്ട മതി. അയിനപ്പ പപ്പടവും കൂടെ കൊടു. നമ്മുടെ ബീഫ് വേണ്ടതേ കണ്ടോന്നല്ല, വെണ്ണ പോലെ വെന്ത് മതി. എത്ര വേണ്ട. പപ്പടം കൂടി ഇങ്ങോട്ട് പോയി. നമ്മുടെ അയിനുക്കുട്ടന് കൊടുക്കുവാണേ. ഇങ്ങനെ ഉണ്ടെന്ന് ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അയിനുക്കുട്ടന് മുന്നേ കൊച്ചയിനുവാ ഞാൻ. എന്താ അങ്ങനെ കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ ഓർമ്മ. കഷ്ടം. രാവിലെ എൻ്റെ കൂടെ നിന്ന് സഹായിച്ചതാണ് എൻ്റെ പൊന്നെ. സജീനായിക്ക് ക്ഷീണം വന്നു കേട്ടോ. എൻ്റെ ഈ ഫോണേ നാശമായി കേട്ടോ. ചേച്ചി നമ്മുടെ ദം ബിരിയാണി കണ്ട. അടിപൊളി. ഒരു ബിരിയാണിയെ കണ്ടാല് ഞാനും ഉണ്ട് കൂട്ടത്തിൽ. ഇപ്പം വീട്ടിൽ നിൽക്കുന്ന നല്ല കോലമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. എല്ലാം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച്. ഓ ചട്ടി വെച്ചു. ഈ മോളെ ഇതിൽ മുട്ടല്ലേ. എൻ്റെ കൈ വേണ്ടതേ ഇത് കണ്ടോ. ഇതിലല്ല, ഈ സൈഡിൽ മുട്ടിയതാ. ഞാൻ മാവ് വീണപ്പോൾ തറയിന്ന് തുടച്ചതാ. നമ്മള് എണ്ണ ഒഴിച്ചു. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വേണ്ടതാ ഇതിൻ്റെ അകത്ത് റെഡിയാക്കി സെറ്റപ്പാക്കി. ഇനി അത് ഇതിലേക്ക് ഇതിലേക്ക് തട്ടുകയാണ്. കുട്ടികളെ തട്ടുകയാണ്. നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ വടിക്കുക. ബാക്കി ഇടുക. ഒത്തിരി അല്ലടി മോളെ. ആണോ? ശരി. ഇച്ചിരി എണ്ണയും കൂടെ വേണ്ടേ വെച്ചേ. വലിയ സ്പാച്ചില എടുക്ക്. കൈ കൊള്ളു. അത് ഇളക്ക് തൽക്കാലം. ഇത്തിരി കൂടുതലാതെ വഴരട്ടെ വെച്ചിട്ട് നമുക്ക് ഞെടുത്ത് മാറ്റാം. ഇനിയിപ്പോ എന്തായാലും വഴരട്ടെ. ബീഫ് ഇതാ കുറേശ്ശെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് പൊടിക്കുക കേട്ടോ. വേണ്ട പൊടിച്ചു എടുക്കുകയാണ്. ബീഫ് കട്ലറ്റിനുള്ളതാണ് കേട്ടോ. നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ചോപ്പർ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് ഒരുപാട് ഉപകാരമാണ്. വേണ്ട നമ്മുടെ ഉമ്മമോള് വേണ്ട ഉടച്ച് റെഡിയാക്കിക്കൊണ്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പാട്ടൊന്ന് പാടിക്കടി. ആ ദേവാങ്കണങ്ങൾ.
ഇച്ചിരൂടെ ഉറക്കെ പാടടോ. അമൃതകളമാം സഖി ദേവാങ്കണങ്ങൾ കൈയൊടിഞ്ഞ് കൈയൊടിഞ്ഞല്ല കൈയൊഴിഞ്ഞാണ് മലയാളി കുട്ടി. മതി, അടുത്തത് പിന്നെ ഇടാം. അടക്കി അടപ്പന്തി. ആ പറ. മട്ടനുള്ള ബീഫ് ഇതണ്ട പൊടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഫ്രീസറിൽ വെച്ചിരുന്ന്, അതുകൊണ്ടാണ് ഇതിന്റെ നെയ്യൊക്കെ ഇത് കണ്ട. നമ്മള് നോമ്പിനൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതെ. വരുവാ, ഞാൻ വരുവാ. സാധനം കിട്ടാ മതി. നല്ല തണുത്ത് പോകും. അപ്പം വേണ്ട ഫാൻ ഇടണ്ട. മസാല ഒക്കെ ഇട്ടിട്ടല്ലേ തട്ടത്തുള്ളൂ. അടുപ്പിച്ച് വെച്ചെന്നേ ഉള്ളൂ. വേണ്ട, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ റെഡി. പൊടി ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല പൊടി, ഇച്ചിരി പെരിഞ്ജീരകം, ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടു. നമ്മുടെ ബീഫും അങ്ങ് തട്ടി. നമ്മൾ അതൊന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് റുക്കു വേവിച്ചങ്ങ് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് സങ്കടം, ഇവര് പോയി കഴിഞ്ഞ് ഇതെടുത്തിട്ട് നമുക്ക് ആര് കഴിക്കാനാ, അതുകൊണ്ടാണ് എടുക്കുന്നത്. നമ്മുടെ തങ്കക്കുടം ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം. അത് മതി. എന്തിനു വേണോ? ഒന്നും വേണ്ട. ഇതിട്. എടി മാഷർ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോഴും നമ്മൾ താണ്ട നമ്മുടെ അതെ അല്ലേ കൊണോണമെന്ന്. അത് സാരമില്ല. കുഴയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അങ്ങനെയുള്ള കുട്ടിയല്ല. അതെ, ഏറ്റവും നല്ല ഡീസന്റായ കുട്ടിയാണ്. ഗീതമായ കുട്ടിയാണ്. കുലീനം. സുലു എന്നെ വിളിക്കുന്നത് കന്യകേ. എന്നെ അടുത്ത് പോയിട്ട് വരട്ടെ കന്യകേ. ഞാൻ പറയുവേ, എടാ എന്റെ മനസ്സിൽ ഒരു ആണിന്റെ നിഴല് പോലും അടിക്കുന്നതിന് മുമ്പ് എന്നെ കല്യാണം കഴിച്ചടാ. ഒരാണിന്റെ ഒരു ചിന്ത പോലും വരുന്നതിന് മുമ്പ് എന്റെ കന്യകേ ഞാനൊന്ന് പോയേച്ച് വരട്ടെ. എന്റെ അല്ലാഹുവേ, എന്റെ കാര്യം ഒന്ന് പറയട്ടെ. നമ്മുടെ റുക്കമ്മ താണ്ട ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട്ലറ്റ് നമ്മുടെ സുലുക്കൂട്ടൻ തേണ്ട മുട്ടക്കകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ബീഫ് വേവിച്ചപ്പോഴേ റുക്കു പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മീ കട്ട്ലറ്റ് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങ് വിട്ടുകൊടുത്തത്. അപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ, കൊച്ചല്ലേ, അതുകൊണ്ടാണ് അത് അത്രയും കുഴഞ്ഞു പോയത് കേട്ടോ. പക്ഷേ ഞാനൊരു കുറ്റങ്ങളും പറയത്തില്ല. നമ്മൾ അമ്മായിയമ്മയാണെന്ന് പറഞ്ഞ് കൂടുതൽ ഭരണത്തിന് ചെല്ലരുതല്ലോ. അത് വളരെ നല്ലതാണെന്ന് പറയാം. അതിൽ ഇനി ഒരു അപാകത വന്നാലും നമ്മൾ സഹിക്കുക, അത്രയേ ഉള്ളൂ. എങ്കിലല്ലേ അവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരിത് വരും. ഓരോ പാത്രങ്ങളിലാക്കി വെക്കുക. ഇവിടെ ഇച്ചിരി കൂടെ മിക്സ് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കട്ട്ലറ്റ്. വെള്ളം നനവില്ലേ ചെറുതായിട്ട്. അത് അടച്ചു വെച്ച വെള്ളം വീണായിരുന്നു. ആരെങ്കിലും അങ്ങനെ അടച്ചു വെക്കൂ. ചൂടോടെ തിളച്ച് ഇവിടെ തുറന്നിട്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, ഈ ശാലുവിന് ഹാർട്ട് വേണം, രാമന് ഓവലും റൗണ്ടും. എന്തുമാത്രം എൻ്റെ തമ്പുരാനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. എൻ്റെ വാപ്പിച്ച അല്ലേ, നമ്മുടെ വാപ്പിച്ചാക്ക് പള്ളിപ്പാട്ട് ഉമ്മക്ക് കൊടുത്തു വിടും. ഉമ്മക്കൊക്കെ എന്തോ ഇഷ്ടമെന്നറിഞ്ഞു. വാപ്പ ചൂടോടെ തിന്നും. ശാലുക്കൂട്ടൻ ഇഷ്ടം പോലെ ഇത് കഴിക്കുന്നത്. 12 എണ്ണമൊക്കെ തിന്നുമായിരുന്നു ശാലു. ഓ
മുട്ട തീർന്നു. അപ്പൊ ഇതാണ് കട്ട്ലറ്റ്. എനിക്ക് സ്ക്രാച്ച് ചെയ്യുമ്പോ തുണി ശബ്ദം തുണിയില്ല. അതിലിനി ഇടേണ്ടതാണോ മോളെ? ഉമ്മച്ചിയുടെ പങ്കിടി തിന്നുവാണോ ഉമ്മച്ചിയുടെ പങ്കിടി? എന്തേ ഇത് ഈ പേപ്പർ അങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് തിന്നു കണ്ണാ. അല്ലാഹുവേ, നോക്കിയേ ഇങ്ങോട്ട്. ഇങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്തിന് നമ്മുടെ ഉമ്മക്കുട്ടി മോനും പട്ടിക്കും ഒക്കെ കുറച്ച് ബിരിയാണിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. രാത്രി ഇവിടെ പണിയുണ്ട്. അപ്പോൾ പെട്ടികെട്ടലും പരിപാടി നടക്കുമ്പോൾ ഒത്തിരി ജോലിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉമ്മ ഇവിടെ കാണും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പൊരിച്ച് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശാലുവിൻ്റെ വാപ്പിയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അത് സാരില്ല, എല്ലാം പൗഡറൊക്കെ ഇട്ടുണ്ട്. ശരിയാ ശരിയാ. ഓ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ അവർ തലയിലിട്ടിട്ടില്ലല്ലോ, പിന്നെ മുസ്ലിം അല്ലേ എന്നൊന്നും ചോദിക്കല്ലേ. മുസ്ലിമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വടക്കോട്ടുള്ള അത്രയും എന്താ പറയുന്നത് തീവ്രമായ ആ ഒരു ഇത് ഇങ്ങോട്ട് തെക്കോട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. ഇഷ്ടമുള്ളവർ തലയിലിടും, അല്ലാത്തവരിടത്തില്ല. അങ്ങനെയൊക്കെയാണ്. ചങ്ങനാശ്ശേരിക്കാരാണ്, അങ്ങനെയാണ്. പിന്നെ രാവിലെ പോയി അവിടെ അവിടെ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അന്ന് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ കയറിയിരിക്കണേ, വാപ്പിക്ക് അവിടെ പോകണ്ടേ. ശരിയാണ്. പോന്നിക്കും 7 മണിയായപ്പോഴാണ് വന്നത്. ഞാൻ പിന്നെ 7 മണിയായപ്പോഴാണ് വിളിച്ചു. അപ്പൊ എനിക്ക് ഗ്യാസിനോ അതാ എല്ലാവർക്കും കാണേണ്ടത്. അവർക്ക് കടയുള്ളത് കൊണ്ട് അങ്ങോട്ട് ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഉമ്മക്കുയിലെ ഉമ്മയുടെ സാരി സൂപ്പറായിട്ടുണ്ട്. ശരി, ഓക്കെ. ടാറ്റ. പോയിട്ട് വാ, പോയിട്ട്. തമ്പുരാനറിയാം. സിയമോളെ ശാലു സിയ എന്തിയെ അവര് പോവാന്ന് പറ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല, അവരിങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും. എല്ലാ എണ്ണം പട്ടിക്കുഞ്ഞിന്റെ വാടയാ, കുളിച്ചിട്ടില്ല. എന്റെ മോൻ കുളിച്ച് സുന്ദരക്കുട്ടപ്പൻ. വരുന്നില്ലേ? അങ്ങനെ
ബെൽറ്റ് ഇടാനായിരിക്കും ഏറ്റവും വലിയ കൊനട്ട് ഇതാ, വണ്ടിയൊക്കെ കയറി കഴിഞ്ഞാൽ. ഞാൻ പറയും വണ്ടിയിൽ ഇരിക്കുന്നതല്ല പാട്, വണ്ടാറ ഈ ബെൽറ്റ് വലിച്ചിടുന്നതാ. അത് കൊള്ളാലോടാ എന്റെ സുലു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. അതടിപൊളി. മോളുണ്ട് ഇവിടെ. ഓക്കെ, ഇന്ന് ഊരിയ തുണികളൊക്കെ എങ്ങനെ കഴുകും? അങ്ങ് കൊണ്ടുപോയിട്ട് കഴുകുമായിരിക്കും ഇല്ലയോ? ഷോ, എനിക്കില്ല തീരെ ഒരു ചക്ക കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഒട്ടടി നോക്കിക്കേ, നമ്മുടെ ഇടിച്ചക്കയ്ക്ക് പരുവോ. നമ്മുടെ പ്ലാവ് അനങ്ങിയിട്ടുണ്ടോ നോക്കിക്കേ. പ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് മഴ വെള്ളമൊക്കെ ആവുമ്പോൾ ഉണ്ടാവും. വെട്ടി ദൂരെ കളയാലിയോ? ആ, കാവഴങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണ്ട പ്ലാവ് കള ഇടുന്നതേ ഉള്ളൂ കണ്ടോ. ആ, കള പൊട്ടുന്നതേ ഉള്ളൂ കണ്ടോ, നിറച്ച് പൊട്ടിയിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഒരു ചക്ക നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ മക്കൾ പോയി 150 രൂപയ്ക്ക് ഒരു തുണ്ട് ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നത്. കഷ്ടം. മക്കൾക്ക് കൊടുത്തു വിടാൻ മാവേ കയറുന്നുണ്ടോ. തമ്പുരാന് മാതി കുഞ്ഞ് അതിലത് പറിച്ചല്ലോ, അത് ധാരാളം. 2 എണ്ണം നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ. ഇപ്പം എന്ത് ചെയ്യാനാ? മറ്റേതിൽ നിന്ന് പറിക്കും. ഇതേ ഇതിലുണ്ടല്ലോ, ഇതിലേ അങ്ങോട്ട് നോക്കണ്ട. അപ്പം കുഞ്ഞെ അതിൽ നിൽക്കട്ടെ. വാ, ഇപ്പുറത്തതിൽ നിന്ന് പറിക്ക്. വേണ്ടത് ഇതിൽ കുറേ നിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് അപ്പുറത്തെ കമ്പിലായിട്ട് പോണ്ട. വീണ അവിടെ ഇട്ട് 2 എണ്ണം കൊടുക്കാവുമേ നമുക്ക്. എൻ്റെ കള്ളന്മാർ ഇന്നൊരു ദിവസം കൂടെ കളിച്ചോട്ടെ, അർമാദിച്ചോട്ടെ. കഷ്ടം. ആ, ആ മാങ്ങ അങ്ങ് മുകളിലാ മോനെ, അത് പറിക്കാൻ പാടാടാ. നിങ്ങളങ്ങ് കൊണ്ട് ചെയ്തിട്ട് മോൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എൻ്റെ മോൻ്റെ ഇഷ്ടത്തിന് എടുത്തോണം കേട്ടോ. കേട്ടോ കണ്ണാ, കട്ട് ചെയ്ത് വിട്ട് തരാം. ഒരു പാക്കറ്റിനകത്ത് ഉമ്മി കട്ട് ചെയ്ത്. ഏണ്ട ഈ വാപ്പാപ്പ എന്തൊക്കെ കാണിക്കുവാന്നോ എനിക്കറിയാൻ വയ്യ. അടച്ചേ, നമ്മുടെ ഈ മാവിൻ്റെ അപ്പുറത്തെ അതിലോട്ട് അവരതെല്ലാം വെട്ടി ഇപ്രാവശ്യം വന്നിട്ട് അങ്ങോട്ട് കിടക്കുന്ന കമ്പ് കംപ്ലീറ്റ് കോതിക്കളഞ്ഞ്. പടച്ചവൻ ഞങ്ങളെ കൈവിട്ടില്ല. ആ കോതിയ കമ്പിൻ്റെ അകത്ത് തന്നെ നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഏണി വെച്ചിട്ട് അപ്പുറത്തിറങ്ങി അവരുടെ ടെറസിൻ്റെ മേളിൽ കയറാതെ ഇത് പറിക്കാൻ പറ്റത്തില്ല നമുക്ക്. ചാച്ചി ഇറങ്ങില്ല പൊന്ന്. ആച്ചി പൊന്നെ, മക്കൾക്ക് ഇറങ്ങാനൊക്കത്തില്ല എൻ്റെ പൊന്നോന്. നാളെ പോകേണ്ടത്. അഞ്ഞു എന്തിനാ? പറ്റത്തില്ല മക്കളെ. ദേണ്ട പാപ്പാപ്പ കൊള്ളാം. ഏണി അങ്ങോട്ട് ഇട്ട് കൊടുക്കാനെന്ന്. ദേ പാപ്പാപ്പാക്ക് സ്വസ്ഥത കൊടുക്കുക, അത് കയറി പറിക്കട്ടെ. സുലുക്കുട്ട അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പറിച്ചിട്ട് കൊടുക്കും. എന്നാടാച്ചി മോനെ, ചോനയാ നിങ്ങളുടെ ദേഹത്ത് പറ്റിയത്? ചോന പറ്റിയാ പൊള്ളു. നമ്മുടെ മാവിലതാ, ഞങ്ങളുടെ മാവിലത് തന്നെയാണ്. പപ്പ അവിടെ നിന്ന് സുലുക്കുട്ട അല്ലോ ഉണ്ണിക്കാ സഹിതമുണ്ട്. മോനെ കണ്ണി എന്റെ തമ്പുരാനെ കണ്ണിലോട്ട് വീഴും. മതി കുഞ്ഞാ, ബാക്കിയൊക്കെ ഉണ്ണിക്കായ അതവിടെ നിക്കട്ടെ. നിറച്ച് ഉണ്ണിക്കാ നിൽക്കുവാ കണ്ടോ. ഇച്ചിരി കരിയാപ്പനയും കൂടെ എടുത്തോണ്ട് ഇറങ്ങ്. നമ്മുടെ മാങ്ങയുമായി നിൽക്കുന്ന ഉമ്മമോളെ കണ്ടാ? ഇങ്ങോട്ട് മാറടാ. ഇവർക്ക് കൊണ്ടുപോകാനുള്ള മാങ്ങയുമായി നമ്മുടെ ഉമ്മമോൾ എന്തിയതാണ്. നമ്മുടെ മാങ്ങ നോക്കട്ടെ ഇപ്രാവശ്യത്തെ. എൻ്റെ അമ്പിളി മാങ്ങ. അല്ലോ, എൻ്റെ മക്കൾക്ക് വേണ്ടി സത്യം പറയുന്നത് എന്നാ ഇത് വലുതാവുന്ന നോക്കി നിൽക്കുമായിരുന്നു പിള്ളേർക്ക് കൊടുത്തു വിടാൻ. കിട്ടി, നമ്മുടെ ആവശ്യത്തിന് കിട്ടി. എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കാം. വേണ്ട
പഴുത്തെന്നും ചൊല്ലി സുലുക്കുട്ടം വലിയ കാര്യത്തെ ഇതിന് നല്ല മണമാണ്. ഞാൻ പറയാം മോനെ ഇച്ചിരി കൂടെ വിളയണമായിരുന്നു, പക്ഷെ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. കണ്ട ഇല്ല മോനെ അത് ചെത്തണ്ട, നിങ്ങൾ അങ്ങ് കൊണ്ടു എന്നിട്ട്. ഇത് വേറെ, ഇത് മുട്ട മാങ്ങയാവുന്നേ. ഇപ്പൊ തന്നെ നല്ല വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടെ കണ്ട വീഡിയോക്ക് അത് കാണുമ്പോ ചെറുതാന്ന് തോന്നുന്നു. കണ്ട് എന്താ മോളെ, ഇവർക്കൊന്നും ഈ ശാലുവിൻ്റെ മക്കൾക്കൊന്നും പച്ചമാങ്ങ അങ്ങനെയൊന്നും വേണ്ട. ആച്ചിപ്പൊന്നിന് 2 അരിഞ്ഞ് ഉപ്പുമൊക്കെ പുരട്ടി കൊടുത്തു വിടുന്നുണ്ട് അവനവിടെ അങ്ങി എന്നിട്ട് കഴിക്കാൻ. മറക്കമ്മേ വേണ്ട, 4ാം തലമുറയുടെ തല ചീകുന്നുണ്ട്. പഠിച്ചനെ പിന്നെ ആച്ചിയുടെ കുഞ്ഞിനെയും കൂടെ കണ്ടിട്ടേ അമ്മ മരിക്കത്തുള്ളൂ. സിയാടെ മോൻ പറയുന്നതിന് മുമ്പ് ഇപ്പൊ കാലം സിയ പഠിക്കുമെന്നാ പറയുന്നത്. പഠിച്ച് 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 വലിയ ആളായി. എന്റെ പൊന്നിന്റെ ഐസ് ഒന്ന് ഒതുക്കാനല്ലേ. നമ്മള് ബീഫ് തേണ്ട വെള്ളം വറ്റിച്ച് തോർത്തി എടുത്തിട്ടുണ്ട്. കണ്ട ഇനി ഇതിപ്പോൾ വറുക്കുന്നില്ല, വറുക്കാതെ തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാം. ഇവർ പോകുന്ന നാളെ രാവിലെ പോകത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രോസൺ ബാഗിലേക്ക് ആക്കിയിട്ട് അങ്ങ് കൊടുത്ത് വിടാനാണ്. കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അൻസർ മോൻ നാളെ ഇവരെ വിളിക്കാനൊക്കെ വരത്തില്ലേ, അപ്പം എൻ്റെ മോന് പത്തിരിയും ഇതുമായിട്ട് കൊടുക്കാമല്ലോ. അതിന് കുറച്ചെടുക്കുകയാണ്. എൻ്റെ ആച്ചി വന്നേ, എന്ത് വേണം? മാങ്ങ. ഉമ്മ ഇപ്പം ആലോചിക്കുമായിരുന്നു. എൻ്റെ മോന് വേണ്ടതേ ഉമ്മയമ്മ അവിടെ ഇല്ല, ഞാനെടുത്തില്ല ഉമ്മേ. ഉമ്മയമ്മ വേണ്ട എൻ്റെ മോന് മാങ്ങ അരിയുന്നു. പക്ഷെ ഉമ്മേ ഇത് ഞാൻ അരിഞ്ഞു കൊടുത്ത് വിട്ടാൽ കേടായി പോത്തില്ലേടേ? കേടായിപ്പോ വരും മോനെ. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ബീഫ് എടുത്തിട്ട് ഒന്ന് പിടിച്ചോ ഉമ്മേ. നമ്മുടെ ഉപക്കുട്ടി ഇന്നുണ്ട് ഇവിടെ കേട്ടോ. ഇന്ന് രാത്രിയിലേ പോകത്തുള്ളൂ. അതെ അത് പോകും. ആ ഓക്കെ. മോൻ മരിച്ചില്ലേ അവന്? ആണോ? ആ അപ്പൊ നമ്മുടെ ബീഫ് ഉലർത്തല്ല, ബീഫ് ഫ്രൈ നന്നായിട്ട് മുരിച്ചെടുക്കുകയാണേ. തണുപ്പിക്കണം, പാക്ക് ചെയ്യണം. വേണ്ട നമ്മുടെ ബീഫ് വറ്റിച്ച് എടുത്തിട്ട് നമ്മൾ ഒരു സിപ്ലോക്ക് ബാഗിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. കുറച്ചൊന്നെടുത്ത് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട അപ്പം ഇത് വേണ്ട സിപ്ലോക്ക് ബാഗ് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പലരും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത് എവിടെ കിട്ടും എന്നൊക്കെ. നമുക്ക് ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ ഒരു എമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്താക്കിയിട്ട് പിന്നെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാം. എന്നിട്ട് നാളെയല്ലേ ഇവർ പോകത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഫ്രോസൺ ബാഗ് ഇഞ്ഞ് കാണിച്ചേ മോനെ, ഇങ്ങോട്ട് കാണിച്ചേടാ, ഇങ്ങോട്ട് കാണിച്ചു. നിങ്ങൾക്ക് റംബുട്ടാനും ഒക്കെ ഉമ്മി ഓർക്കുന്നുണ്ടോ ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുള്ളതെന്ന്. രണ്ട് ഇതാണ് ഫ്രോസൺ ബാഗ്. വേണ്ട ഇതിൻ്റെ അകത്ത് ശരിക്കും ഇത് മോനെ ഒന്ന് തുറന്നിടാ കണ്ണ. നീ വാ ഇതൊന്ന് തുറക്ക്. എൻ്റെ ആച്ചിപ്പൊന്നാരിയ വലിച്ചങ്ങോട്ട് തുറ. അതിൽ കുറേ ക്ലിപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തുറ. പൊട്ടിച്ച് കളയല്ലേ അല്ലായി ഓർത്ത്. അങ്ങനെ അങ്ങോട്ട് പിടി മോനെ, ഇങ്ങോട്ട് വലിച്ച്. അപ്പം അത് കൊള്ളോ, അത് പൊട്ടിക്കരുതേ. ഇതാണ് ഇത് ഫ്രോസൺ ബാഗ് കണ്ടോ. നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സാധനം വെച്ചിട്ട് പോവാം. ഫ്രീസ് ചെയ്ത സാധനങ്ങൾ ഇങ്ങോട്ട് വെച്ചേ. ഫ്രീസ് ചെയ്ത സാധനങ്ങൾ എൻ്റെ മോനെ പൊന്നാരി ഒന്ന് അടങ്ങിയിരിക്കുക. പിന്നെ ഫ്രീസ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ഫ്രോസൺ ബാഗ് ഉണ്ടല്ലോ, ശരിക്കും കോട്ടൺ തുണിക്കകത്ത് ഇതൊന്ന് പൊതിയണം. കാരണം കോട്ടൺ തുണി നമ്മളിപ്പോൾ ഇത് തന്നെ നമുക്കിനി വേറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത് വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് അല്ലെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുമ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ നനവ് ഇങ്ങനെ വിയർപ്പ് പോലെ വരത്തില്ലേ, അതല്ല ഇതിൻ്റെ അകത്ത് വന്നാൽ ഇതിൻ്റെ പുറത്തുനിന്നും നമ്മൾ കൊണ്ടുപോകുന്ന കാർട്ടൺ കാർട്ടൺ 2 എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിത് തവികൾ സ്പൂണുകൾ എല്ലാം മാറിപ്പോകാതിരിക്കാൻ ഇങ്ങനെ എഴുതി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർക്ക് കൊണ്ടുവന്നതെല്ലാം കേടായി, പിള്ളേർ ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇരുന്നുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കവറിൻ്റെ അകത്തല്ലേ വെക്കുന്നത്, കാർട്ടൻ്റെ അകത്തല്ലേ വെക്കുന്നത്. 2 എണ്ണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെക്കുമ്പോൾ ആ കാർട്ടൺ നനഞ്ഞ് കുതിർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ തുണിയൊന്നും പഴയ കൈലിയോ
പഴയ 1-2 മാക്സിയോ എടുത്തിട്ട് ഇതങ്ങ് പൊതിയണം. മനസ്സിലായോ? ഇതിനുള്ളിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ഏതൊരു സാധനമാണോ നമ്മൾ മീനായാലും ഇറച്ചിയായാലും ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ചിട്ട് കോട്ടൺ തുണിക്കകത്ത് പൊതിഞ്ഞിട്ടേ നമ്മൾ കാർട്ടൻ്റെ അകത്ത് വെക്കാവൂ. അതൊരു ടിപ്പാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ടവരാരും അത് പറഞ്ഞു തരത്തില്ല. ഞങ്ങൾ അനുഭവസ്ഥരായതുകൊണ്ട് പറയുക. ആ മാക്സിയോ അല്ലെങ്കിൽ കോട്ടൺ കൈലിയോ മുണ്ടോ എന്താണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കത് നനവായിരിക്കും. അത് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ നനവ് ആ കോട്ടൺ തുണി പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കാർട്ടന് യാതൊരു കുഴപ്പവും വരത്തില്ല. ലഗേജിന് യാതൊരു കൂടെ ഇരിക്കുന്ന മറ്റുള്ള സാധനങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസൺ ബാഗ്. ഇത് ആമസോണിൽ നിന്നും വാങ്ങിക്കാൻ, ഞങ്ങളിത് ലുലുവിൽ നിന്നും വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. ഇത് തന്നെയല്ല, വേറെ കുറേ സാധനങ്ങൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ആരും ഉറങ്ങുന്നില്ല, പെട്ടികെട്ടലും മേളവും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ്. നാളെ നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വീഡിയോയുമായി വരാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.